നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചു കാലമായി നാം സ്ഥിരം കേൾക്കുന്ന ഒരു വാർത്തയാണ് തീപിടുത്തം. തൃശ്ശൂരും കോഴിക്കോടുമൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ വൻ തീപിടുത്ത വാർത്തകളിൽ കത്തി അമരുന്നത് നാം കണ്ടതാണ്. എൻ്റെ ഒരു ഉറ്റ സുഹൃത്തിൻ്റെ ഭവനത്തിൽ ക്രിസ്മസ് രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരി തവിക്കാതെ കിടന്നതിനാൽ തീപിടുത്തമുണ്ടായി. കുറേയധികം നാശനഷ്ടങ്ങളും ഉണ്ടായി. തീയുടെയും തിരിയുടെയും ഒക്കെ ഉപയോഗം നമ്മൾ വളരെ കരുതലോടെ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ അതുണ്ടാക്കി വെക്കുമെന്നത് തീർച്ചയായും. അവിചാരിതമായി ഉണ്ടാകുന്ന ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ട് പോലും ഭവനങ്ങളിലെ വലിയ തീപിടുത്തത്തിന് കാരണമാകാറുണ്ട്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം 1,33,000-ലധികം തീപിടുത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 701.75 കോടിയുടെ നാശനഷ്ടങ്ങളാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഇത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വരുത്തിവെക്കുന്ന നഷ്ടം ഭീമമാണ്. തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും അവിചാരിതമായി ഉണ്ടായാൽ അതിലുണ്ടാകുന്ന നഷ്ടസാധ്യതകളെ ലഘൂകരിക്കാനുമുള്ള സംവിധാനങ്ങൾ നാം എടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആകസ്മികമായി നമ്മുടെ ഭവനത്തിലോ സ്ഥാപനത്തിലോ സംഭവിക്കുന്ന തീപിടുത്തത്തിലുണ്ടാകുന്ന വലിയ നാശനഷ്ടങ്ങൾ നികത്താൻ നമുക്ക് കരുതി വയ്ക്കാൻ കഴിയുന്ന സാമ്പത്തിക മുൻകരുതലാണ് ഫയർ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹോം ഇൻഷുറൻസ്. ഇത് രണ്ടും 2 തരത്തിലുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ പോലും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ നഷ്ടം നികത്താൻ സഹായിക്കുന്ന ഒരു സാമ്പത്തിക ഉപകരണമാണ്. ഹോം ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഫയർ ഇൻഷുറൻസിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. തീപിടുത്തം ആരെയും എവിടെയും ബാധിക്കാം. അതിനാൽ നിങ്ങൾ നിർബന്ധമായും ഫയർ അല്ലെങ്കിൽ ഹോം ഇൻഷുറൻസ് എടുത്തിരിക്കണം. നിങ്ങളുടെ സ്വപ്ന ഭവനവും അതിനുള്ളിലെ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ നിങ്ങളുടെ വീടുകൾ ഇൻഷുർ ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട് മൂലമോ മറ്റുമുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിനെ രക്ഷിക്കാൻ ഓഫീസുകളും കടകളും ഇൻഷുർ ചെയ്യുക. പള്ളികൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയ ആരാധനാലയങ്ങൾ, ഹാളുകൾ പോലുള്ള പൊതുവിടങ്ങൾക്കും ഇൻഷുറൻസ് സുരക്ഷ ആവശ്യമാണ്. ഗോഡൌണുകളിലും ഫാക്ടറികളിലും സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഫയർ ഇൻഷുറൻസ് അത്യാവശ്യം. ഫയർ ഇൻഷുറൻസ് എന്ന് പേരുണ്ടെങ്കിലും തീപിടുത്തം മാത്രമല്ല ഇത് കവർ ചെയ്യുന്നത്. ഇടിമിന്നൽ, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നത്, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ഇതിൽ ഉൾപ്പെടാറുണ്ട്. പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എത്ര തുകയ്ക്കാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്? നിങ്ങളുടെ കെട്ടിടം വീണ്ടും പണിയാൻ ഇന്ന് എത്ര തുക ചിലവാകും? റീഇൻസ്റ്റേറ്റ്മെൻറ്റ് വാല്യൂ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സം ഇൻഷുർഡ് നിശ്ചയിക്കേണ്ടത്. ഫയർ ഇൻഷുറൻസിൽ പ്രീമിയം നിശ്ചയിക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. കെട്ടിടത്തിൻ്റെ മൂല്യം, കെട്ടിടം പണിയാൻ ചതുരശ്ര അടിക്ക് എത്ര ചിലവ് വരും എന്നുള്ളത് നിശ്ചയിച്ചതിന് ശേഷമാണ് പ്രീമിയം തീരുമാനിക്കുന്നത്. ഉള്ളിലെ സാധനങ്ങളുടെ മൂല്യം, അതായത് ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, മെഷീനുകൾ, സ്റ്റോക്ക് തുടങ്ങിയവ നിർണയിച്ചതിന് ശേഷമാവും പ്രീമിയം നിശ്ചയിക്കുന്നത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. നിങ്ങളുടെ വീടിൻ്റെ വിസ്തീർണം 1500 സ്ക്വയർ ഫീറ്റ് ആണെന്ന്, ഇന്നത് പണിയാൻ ചതുരശ്ര അടിക്ക് 2000 രൂപ ചിലവ് വരുമെന്ന് കരുതുക. കെട്ടിടത്തിൻ്റെ മൂല്യം 1500 ഗുണം 2000, 30 ലക്ഷം രൂപ. പിന്നെ അതിനുള്ളിലെ വീട്ടുപകരണങ്ങളുടെ മൂല്യം 5 ലക്ഷം രൂപ എന്ന് കരുതുക. അങ്ങനെ ആകെ സം അഷ്വർഡ് 30 ലക്ഷം അധികം 5 ലക്ഷം, 35 ലക്ഷം രൂപ. ഇത്തരമൊരു പോളിസിക്ക് ഏകദേശം 1500 മുതൽ 2500 രൂപ വരെ വാർഷിക പ്രീമിയം വരും. ടാക്സ് ഉൾപ്പെടാതെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.
ക്ലെയിം ചെയ്യേണ്ട രീതി കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്രതീക്ഷിതമായ ഒരു അപകടം ഉണ്ടായാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കുക. അപകടം നടന്നാൽ ഉടൻ ഇൻഷുറൻസ് കമ്പനിയെയോ നിങ്ങളുടെ ഏജന്റിനെയോ വിവരം അറിയിക്കുക. തീപിടുത്തം നടന്നാൽ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും അവരുടെ ഫയർ റിപ്പോർട്ട് കൈപ്പറ്റുകയും വേണം. ഇത് ക്ലെയിമിന് നിർബന്ധമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സർവേയർ വന്ന് പരിശോധിക്കുന്നത് വരെ അപകടം നടന്ന സ്ഥലത്ത് കാര്യമായ മാറ്റങ്ങൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടതെന്ന് കൂടെ നോക്കാം. പൂരിപ്പിച്ച ക്ലെയിം ഫോം, അതുപോലെ ഫയർഫോഴ്സിൻ്റെ റിപ്പോർട്ട്, ആവശ്യമാണെങ്കിൽ പോലീസിൻ്റെ FIR, നഷ്ടം സംഭവിച്ച സാധനങ്ങളുടെ ലിസ്റ്റും അവയുടെ ബില്ലുകളും, അപകട സ്ഥലത്തിൻ്റെ ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ തയ്യാറാക്കുക. അതുപോലെ കമ്പനി അയക്കുന്ന ഒരു സർവേയർ അപകട സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും. ഇന്ത്യയിലെ പ്രമുഖ ജനറൽ ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഫയർ ഇൻഷുറൻസ് നൽകുന്നുണ്ട്. തീപിടുത്തം ഒരു അപകടമാണ്. അത് മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആ അപകടം തരുന്ന സാമ്പത്തിക ആഘാതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അതിനാൽ ഇന്ന് തന്നെ നിങ്ങളുടെ സ്വത്തുക്കൾ ഇൻഷുർ ചെയ്യുക, സുരക്ഷിതരായിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.